സുഹൃത്തുക്കളെ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാർ ഒരു സാധാരണ കരാർ മാത്രമല്ല. അതിലുള്ള ചില നിബന്ധനകൾ നോക്കുമ്പോൾ ഇത് സ്വതന്ത്ര രാജ്യങ്ങൾ തമ്മിലുള്ള സമാന കരാർ പോലെ തോന്നുന്നില്ല. പഴയ കോളനി വേളയിൽ ശക്തരായ രാജ്യങ്ങൾ ദുർബലരായ രാജ്യങ്ങളോട് അടിച്ചേൽപ്പിക്കുന്ന അസമാന കരാർ എന്നതിൻ്റെ സ്വഭാവം ഇതിലുണ്ട്. ആദ്യമായി നോക്കേണ്ട കാര്യം ഇറക്കുമതി നികുതിയാണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 18% വരെ നികുതി തീരുവ ഈടാക്കും. എന്നാൽ ഇന്ത്യ അമേരിക്കൻ സാധനങ്ങൾക്ക് 0 തീരുവ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു കരാറിൽ ഒരേ സമയം ഒരു രാജ്യം നികുതി ഈടാക്കുകയും മറ്റൊരു രാജ്യം നികുതി പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ അസാധാരണമാണ്. ഇത് സമത്വത്തിൻ്റെ കരാറല്ല, ഇത് ശക്തൻ ദുർബലരോട് നിബന്ധന ചുമത്തുന്നത് പോലെയാണ്. രണ്ടാമത്തെ പ്രധാന നിബന്ധന, ഇന്ത്യ അടുത്ത 5 വർഷം ഓരോ വർഷവും കുറഞ്ഞത് $100 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണം. വിപണി സ്വതന്ത്രമാണ്, വാങ്ങുന്നവരാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇത്തരം കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ സർക്കാർ തന്നെ കുറഞ്ഞത് ഇത്ര വാങ്ങണം എന്ന് ഒപ്പുവെക്കുന്നു, അതും ഒരു രാജ്യത്തിന് മാത്രം ബാധകമായി. ഇത് ശരിക്കും അസമത്വത്തിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ഏകദേശം $1 ബില്യൺ ഉള്ള ഇറക്കുമതി എങ്ങനെ 100 ബില്യണാക്കി ഉയർത്തും? എളുപ്പവഴി എന്ത്? റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ കുറച്ച് അതിന് പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക. അമേരിക്കൻ എണ്ണ റഷ്യൻ എണ്ണയേക്കാൾ ഏകദേശം 20% വില കൂടുതലാണ്. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി ഏകദേശം $120 ബില്യൺ ആണെന്ന് കരുതുമ്പോൾ ഈ മാറ്റം കൊണ്ട് മാത്രം $8 ബില്യൺ അധിക ചെലവ് വരുത്തും. ഈ അധിക ചെലവ് ആരാണ് വഹിക്കുക? എണ്ണ കമ്പനികളല്ല. അവ വിലയുയർത്തി ഉപഭോക്താക്കൾക്ക് മാറ്റിവെക്കും. അതായത് വിലക്കയറ്റം ഉയരും. ശമ്പളം വിലക്കയറ്റത്തിനനുസരിച്ച് ഉയരാത്ത സാധാരണ തൊഴിലാളികളാണ് ഇതിൻ്റെ യഥാർത്ഥ ഇരകൾ. അതിനാൽ ഇത് വെറും വിദേശ നയ പ്രശ്നമല്ല, ഒരു വർഗ പ്രശ്നമാണ്. കൃഷി മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അരി, ഗോതമ്പ് പോലുള്ള ചില ധാന്യങ്ങൾ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ആപ്പിൾ, കോട്ടൺ, മരവിത്തുകൾ, പഴങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ എന്നിവ വിപണി തുറന്നു കൊടുത്തിട്ടുണ്ട്. കന്നുകാലി തീറ്റകൾ പോലുള്ള മേഖലകളിൽ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ ആധിപത്യം ലഭിക്കും. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ആഘാതം ഉണ്ടാവുക. അമേരിക്കൻ ഭരണകൂടം പറയുന്നത് ഈ കരാർ കൊണ്ട് അമേരിക്കൻ കർഷകരുടെ വരുമാനം കോടിക്കണക്കിന് ഡോളർ ഉയരുമെന്നാണ്. എന്നാൽ അതേസമയം ഇന്ത്യൻ സർക്കാർ പറയുന്നത് ഇന്ത്യൻ കർഷകർക്ക് ദോഷമില്ല എന്നാണ്. അമേരിക്കൻ കർഷകർക്ക് ഇന്ത്യൻ വിപണി ലഭിക്കുമ്പോൾ ഇന്ത്യൻ കർഷകർക്ക് വിപണി നഷ്ടപ്പെടേണ്ടി വരും എന്നത് സ്വാഭാവികമായ സത്യമാണ്. ഇത് കോളനി വേളയുടെ ഓർമ്മയാണ്. അന്ന് കർഷകരും കർഷക തൊഴിലാളികളും കോളനി ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വാഗ്ദാനം തന്നെ എന്തായിരുന്നു? ഇത്തരമൊരവസ്ഥ ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് അതേ അവസ്ഥയിലേക്ക് വീണ്ടും വരുന്നു. ഈ കരാറിനെക്കുറിച്ച് വിമർശനം പലരും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ പ്രശ്നം അതിലൊതുങ്ങുന്നില്ല. സർക്കാരുകൾ ചില വർഗങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആവേശത്തോടെ ഉയർന്നത് എന്തുകൊണ്ടാണ്? വലിയ കോർപ്പറേറ്റുകൾക്കും മേൽത്തട്ടിലുള്ള സമ്പന്ന വിഭാഗങ്ങൾക്കും ഇത് ഗുണകരമാവുമെന്ന് അവർ കരുതുന്നു. വലിയ ബൂർഷ്വാസികൾക്ക് അമേരിക്കൻ വിപണി ലഭിക്കുന്നു. ഉയർന്ന ശമ്പളക്കാർക്കും പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കും അമേരിക്കയുമായി ബന്ധം ശക്തമാകുന്നു. എന്നാൽ ഇതിൻ്റെ വില നൽകേണ്ടത് തൊഴിലാളികളും കർഷകരുമാണ്. ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. സാമ്പത്തിക നയത്തിൽ നവലിബറൽ വഴിത്തിരിവ് സ്വീകരിച്ച കാലം മുതൽ ഈ ദിശയിൽ നീക്കം ആരംഭിച്ചു. ഇന്നത്തെ സർക്കാർ അതിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ചരിത്രത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാതിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് നേതൃത്വം നൽകിയിരുന്ന സാമ്പത്തിക സംവിധാനം സംസ്ഥാനത്തിൻ്റെ ശക്തമായ പങ്കാളിത്തമുള്ളവയായിരുന്നു. അത് മുഴുവനായി തൊഴിലാളികളുടെ പക്ഷത്ത് ആയിരുന്നില്ലെങ്കിലും സാധാരണ ജനങ്ങളുടെ താല്പര്യം പൂർണ്ണമായി മറന്നിരുന്നില്ല. ഇന്ന് നമുക്ക് മുന്നിലുള്ള ചോദ്യം വെറും ഒരു വ്യാപാര കരാറിൻ്റെ കാര്യമാണ് എന്നതല്ല. നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, നമ്മുടെ കർഷകരുടെ ഭാവി, നമ്മുടെ തൊഴിലാളികളുടെ ജീവിതം, ഇവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, സാമ്പത്തിക സ്വാതന്ത്ര്യവും അത്ര തന്നെ പ്രധാനമാണ്. അത് സംരക്ഷിക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും ഐക്യവും അനിവാര്യമാണ്.